സെബാസ്റ്റ്യൻ കളത്തിപ്പറമ്പിൽ അച്ഛൻ മെലഡൂർ ഇടവകയിലെ കൊച്ചച്ഛനായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നു. ഈ മാസം ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം 1-ാം തീയതി മുതൽ ഞങ്ങളുടെ ആധ്യാത്മിക ഉണർവിൻ്റെ ഉത്സവമായിരുന്നു. 1-ാം തീയതി മുതൽ ഉത്സവമായിരുന്നു. ആദ്യമേ ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് വന്നു, അവർ കോമിഷൻ നടത്തി. അത് തീർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പോപ്പുലർ മിഷൻ ധ്യാനം നടത്തുവാനായിട്ടിടയായി. അത് വളരെ അനുഗ്രഹപ്രദമായിരുന്നു. അതോടൊപ്പം തന്നെ വിൻസെൻഷൻ അച്ഛന്മാർ ജോജോ മാരിപ്പാട്ട് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വരികയും അതോടൊപ്പം തന്നെ ഞങ്ങളെ എല്ലാവരെയും ആധ്യാത്മികമായിട്ട് അത് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ തൊട്ട് അതോടൊപ്പം തന്നെ പ്രായമായവരെയും അതോടൊപ്പം തന്നെ നമ്മൾ കടന്നുപോയവരെയും എല്ലാം അനുസ്മരിച്ച് അതോടൊപ്പം തന്നെ ഒരു 90-95% ആൾക്കാരും വന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുകയും അതിനു വേണ്ടിയിട്ട് അഹോരാത്രം ഇവർ എല്ലാവരും അച്ഛന്മാർ വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും ഒക്കെ ചെയ്ത് അച്ഛന്മാർക്ക് പ്രത്യേകമായിട്ട് ജോജോ അച്ഛനും അതോടൊപ്പം തന്നെ കൂട്ടത്തിലുള്ള മറ്റച്ഛന്മാർക്കും ഏറ്റവും ഹൃദ്യമായ രീതിയിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വികാരിച്ചൻ ഇതിനു വേണ്ടിയിട്ട് മുൻകൈയെടുത്ത് ഈ കോമിഷനും അതോടൊപ്പം തന്നെ പോപ്പുലർ മിഷൻ ധ്യാനവും ഒക്കെ ഒരുക്കി തന്നതിന് ഏറ്റവും കൃത്യമായ രീതിയിൽ വികാരിച്ചന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇടവകയുടെ ഭാഗമെന്ന നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 10-25 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ വളരാനായിട്ട് നല്ല രീതിയിൽ വളർന്നു വരാനായിട്ട് ഇടയായി. ഞങ്ങളുടെയൊക്കെ ഒരു ഉണർവിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി. ഈ ഉണർവ് ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. അതിനെ സഹായിച്ച ജോജോ മാരിപ്പാട്ടച്ഛനും കൂട്ടർക്കും ഏറ്റവും കൃത്യമായ രീതിയിൽ നന്ദി പറയുന്നു. നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. അപ്പനും അമ്മയും മക്കളും മാതാപിതാക്കളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കുക. എന്തൊരു ഇമ്പ! ആരും ആരെയും കുറ്റം പറയാനുള്ള അവസരമാകരുത്. പഴി പറയാനും കുറ്റം പറയാനുമുള്ള അവസരമല്ല. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, മാതാപിതാക്കളെ കൃത്യമായിട്ട് ഇതുപോലെ പ്രാർത്ഥിക്കുകയും മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ മകൻ ആ മകൾ ഒരിക്കലും ലഹരിക്കോ മദ്യത്തിനോ അടിമകളായിട്ട് സാമൂഹ്യ തിന്മകൾക്ക് അടിമകളായിട്ട് പോകില്ല എന്നുള്ളത്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ചിരുന്ന് വിശേഷങ്ങൾ പങ്കിട്ട്, പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകൾ ഇങ്ങനെ പോയാൽ അധികം കാലം കഴിയുന്നതിന് മുമ്പ് അന്യം നിന്നു പോകും നമ്മുടെ തറവാടുകൾ. അതിനൊരു തിരിച്ചു നടത്തം വേണം. നമ്മുടെ കുടുംബങ്ങളിൽ മിനിമം 4 മക്കളെങ്കിലും വേണം. ദൈവത്തിന് വിട്ടുകൊടുക്കുക. ജീവനെ നിയന്ത്രിക്കാനുള്ള അധികാരം ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമ്മുടെ ആരാധനാലയങ്ങൾ ഒരു 300 വർഷം കഴിയുമ്പോൾ മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളായിട്ട് മാറരുത്. നാം ചൊല്ലുന്ന വിശ്വാസ പ്രമാണമില്ലേ, സർവശക്തനും പിതാവുമായ ഏകദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള വിശ്വാസ പ്രമാണം, ആ വിശ്വാസ പ്രമാണം രൂപീകരിച്ച നൈസിയൻ സിനഡ് അത് കൂടിയത് തുർക്കിയിലെ ഒരു മനോഹരമായിട്ടുള്ള ദേവാലയത്തിലാണ് AD 325.
ഇന്നതൊരു മറ്റൊരു മതസ്ഥരുടെ ആരാധനാലയമായിട്ട് മാറിയിരിക്കുക. ഈ അടുത്ത് നമ്മളുടെ സുഹൃത്ത് ആ ദേവാലയം സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെ കണ്ടത് മറ്റൊരു മതസ്ഥരുടെ ആരാധനാലയമായിട്ട് മാറിയിരിക്കും. ഇത് നമ്മുടെ നാട്ടിലും സംഭവിക്കാൻ അധികം കാലം വേണ്ടി വരില്ല, നാം ഒരു തിരിച്ചു നടത്തത്തിലേക്ക് കടന്നു വരുന്നില്ലെങ്കിൽ. അതുകൊണ്ട് സ്നേഹത്തോടുകൂടെ ഞാൻ പറയുകയാണ്, പ്രിയമുള്ള എൻ്റെ സഹോദരീ സഹോദരന്മാരെ, ഉത്തരവാദിത്വപൂർണമായ മാതൃത്വവും പിതൃത്വവും നിർവഹിക്കുന്ന ദമ്പതികളായിട്ട് നിങ്ങൾ മാറണം. മറ്റുള്ളവരെ നിങ്ങൾ പിന്തുണയ്ക്കണം. മക്കളുണ്ടാകുന്നതിൽ, മക്കളെ വളർത്തുന്നതിൽ താല്പര്യം കാണിക്കണം. 5-മതൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ക്രൈസ്തവ സമൂഹം സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആകേണ്ടത്. സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ പ്രവർത്തിക്കേണ്ടവരാണ്. ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവിടുത്തെ ഹോസ്പിറ്റല് നിർത്തലാക്കേണ്ടി വന്നപ്പോൾ അതിനെ പുനരുദ്ധരിക്കുവാൻ നിങ്ങളുടെ തീഷ്ണമായിട്ടുള്ളൊരു പരിശ്രമം, അതാണ് ഇന്ന് ഈ ഇൻഫന്റ് ജീസസ് ചാരിറ്റബിൾ ട്രസ്റ്റ് 60ഓളം രോഗികൾക്ക് ഓരോ ദിവസവും സൗജന്യമായിട്ട് മരുന്നും കൺസൾട്ടേഷനും ലാബും ചെയ്തു കൊടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അത് ക്രൈസ്തവ ചൈതന്യമാണ്. ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാലഞ്ചേരി പോൾസി അമ്പൂക്കൻ അച്ഛനെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. യഥാർത്ഥത്തിൽ അച്ഛൻ്റെ ഒരു നിർബന്ധവും വാശിയുമായിരുന്നു ഈ ഹോസ്പിറ്റലിനെ ഒന്ന് പുനർജീവിപ്പിക്കണമെന്നുള്ളത്. അത് കഴിഞ്ഞ് തുടർന്ന് വന്ന വികാരിയച്ഛന്മാർ നന്നായിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഇപ്പം നമ്മുടെ ജോസച്ചൻ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ത്യാഗപൂർവ്വം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഞാൻ പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന വലിയൊരു ഔദാര്യമാണ് ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള സാധാരണക്കാർക്ക്, നിർധനരായിട്ടുള്ള രോഗികൾക്ക് ആശ്രയം നൽകുന്ന ഒരു വലിയ സ്ഥാപനമായിട്ടുമാണ്. നമ്മുടെ രൂപത പ്രകാരമുള്ള കുറേയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്ലെസ് ഹോം പ്രോജക്റ്റ്, നമ്മുടെ ജോസച്ചൻ അന്ന് വികാരി ജനറലായിരിക്കുമ്പോൾ 2010 ഇതിന് തുടക്കം കുറിച്ച് ഓർക്കുക. ബ്ലെസ് ഹോം പ്രോജക്റ്റ് 14 വർഷങ്ങൾ പിന്നിട്ട് ഇപ്പോഴും ധാരാളം പേർക്ക് എല്ലാ മാസവും 1000 രൂപ വെച്ച് ചെയ്തു കൊടുക്കുക. 12 കോടി രൂപ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെലവഴിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔദാര്യമതികളായിട്ടുള്ള വ്യക്തികൾ ആത്മാർത്ഥതയോടുകൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇന്നതിന് പുതിയ മാനങ്ങൾ വന്നു. അതോടൊപ്പം തന്നെ പാവപ്പെട്ട നിർധനായിട്ടുള്ള കുടുംബങ്ങളെ സഹായിക്കുന്നതോടൊപ്പം തന്നെ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ മുതൽ അവരെ കണ്ടുപിടിച്ച് നിർധനരായിട്ടുള്ള കുടുംബങ്ങളിലെ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നു. സിവിൽ സർവീസിന് താല്പര്യമുള്ളവരെ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഹൃദയ പാലിയേറ്റീവ് കെയർ 1520 വീടുകളിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ആരംഭിച്ച പേരാമ്പ്രയുള്ള ഹോസ്പീസ്, ഇതുപോലെ തന്നെ നമ്മുടെ അഭയഭവൻ തുടങ്ങിയിട്ട്, ഷാലോം ഭവൻ തുടങ്ങിയിട്ട്, ഇപ്പോൾ തുടങ്ങുന്ന സ്നേഹസദൻ തുടങ്ങിയിട്ട് കിടപ്പ് രോഗികളായിട്ടുള്ള നിർധനരായിട്ടുള്ള രോഗികൾക്ക് ആശ്രയം നൽകുന്ന ഭവനങ്ങൾ, അഗതി മന്ദിരങ്ങൾ, എല്ലാ ദിവസവും 30ഓളം ഡയാലിസിസ് സൗജന്യമായിട്ട് നമ്മുടെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത്, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും 10% പാവങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട് വരുമാനത്തിൻ്റെ. ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്, നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു 10% പാവങ്ങൾക്ക് പങ്കുവെക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം. ഇന്ന് ഔദാര്യത്തോടുകൂടെ പങ്കുവെച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കുടുംബവും ഈ ലോകത്തെ ദാരിദ്ര്യം അനുഭവിച്ചതായിട്ട് തോന്നുന്നില്ല. മറിച്ച് തങ്ങൾക്കുള്ളെല്ലാം പങ്കുവെച്ചതിൻ്റെ സന്തോഷവും സംതൃപ്തിയും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരെ കാണാം. ഞാൻ ഈ പറഞ്ഞ എല്ലാ പ്രസ്ഥാനങ്ങളും നടക്കുന്നത്
ഔദാര്യമതികളായിട്ടുള്ള വ്യക്തികൾ ആത്മാർത്ഥതയോടുകൂടെ നൽകുന്ന സപ്പോർട്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ കുടുംബവും ഔദാര്യത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നോട്ട് വരണം. നമ്മുടെ കൊച്ചുമക്കളെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായിട്ട് വളർത്തണം. ഇപ്പം നമ്മുടെ 1-2 മക്കളായി കുറഞ്ഞപ്പോൾ ഈ സാമൂഹ്യ പ്രതിബദ്ധത നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അന്യം നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ കൊച്ചുമക്കളെ കൊണ്ട് പാവപ്പെട്ടവനെ സഹായിക്കാൻ പഠിപ്പിക്കണം. അതുപോലെ തന്നെ വേദനയോടുകൂടെ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ MDMA എന്നൊക്കെ കേട്ടപ്പോൾ ആദ്യം വിചാരിച്ചത് വല്ല MBBSൻ്റെ ഉപരി ഡിഗ്രി വല്ലതും ആയിരിക്കുമെന്നൊക്കെ കരുതി. നമ്മുടെ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ വരുന്നവരുടെ എണ്ണത്തിൽ കുട്ടികൾ ഉൾപ്പെടെയുണ്ട്. നമ്മുടെ ആഘോഷങ്ങൾക്ക് മദ്യം വിളമ്പി കൊഴുപ്പിക്കുന്നതിൻ്റെ അനന്തര ഫലങ്ങളാണ് നമ്മുടെ മദ്യപാനികളായിട്ട് ലഹരിക്കടിമകളാകുന്ന കുട്ടികളും യുവാക്കളുമൊക്കെ ഒരു 10 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്ക് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തുടങ്ങിയവരാണ് എന്നുള്ള കാര്യം മറക്കരുത്. അതിൻ്റെ അവസരമുണ്ടാകുന്ന നമ്മുടെ പെരുന്നാളുകളും നമ്മുടെ ആഘോഷങ്ങളുമൊക്കെ ക്രൈസ്തവരുടെ കുടുംബങ്ങളിൽ മദ്യം വിളമ്പി, ലഹരി വസ്തുക്കൾ വിളമ്പി അതിൻ്റെ രുചി പകർന്നവർ പിന്നീട് അവരുടെ ആഘോഷങ്ങൾക്ക് വരുമ്പോൾ, മദ്യം കിട്ടാതെ വരുമ്പോൾ MDMA തുടങ്ങിയിട്ടുള്ള മാരകമായിട്ടുള്ള വിഷം അടങ്ങുന്ന മയക്കുമരുന്നുകൾ ഉപയോഗിക്കാനായിട്ടിടയാകുന്നു. നമ്മുടെ കുടുംബങ്ങളിലെ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കണ്ടേ? ഇല്ലാതാക്കണ്ടേ? അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിസ്സഹായ അവസ്ഥയെ നമ്മെ സഹായിച്ച നമ്മുടെ കാർന്നോന്മാരെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ മുതിർന്നവരെ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ കൈവിടരുത്. പാസ്റ്റർ വിസിറ്റിനൊക്കെ പോകുമ്പോൾ വേദനയോടുകൂടെ കാണുന്നൊരു കാര്യമുണ്ട്. ഞാനൊരു സമ്പന്നമായിട്ടുള്ളൊരു കുടുംബത്തിൽ ചെന്നപ്പോൾ ആ അമ്മ അപ്പം മരിച്ചു. അമ്മ തൻ്റെ മക്കളെ കഠിനാധ്വാനം ചെയ്ത് വളർത്തി. ഇന്ന് എല്ലാവരും വിദേശത്ത് കഴിയുക. ഈ അമ്മയെ നോക്കാൻ ആരുമില്ല. ഈ കട്ടലിൽ ഉറുമ്പ് വരാതിരിക്കാൻ ചിരട്ടയിൽ വെള്ളം ഒഴിച്ച് അതുമ്പോഴാണ് കട്ടലിൻ്റെ കാല് വെച്ചിരിക്കുന്നത്. ഒരു ഹോം നേഴ്സ് നോക്കാനായിട്ട് വെച്ചിരിക്കും. അങ്ങനെയുള്ള അവസ്ഥ, കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി തങ്ങളുടെ വാർദ്ധക്യ കാലഘട്ടത്തിൽ നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ തിരിഞ്ഞു നോക്കാൻ മക്കളില്ലാത്ത അവസ്ഥ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊരു പരിഹാരം ഉണ്ടാകണ്ടേ? ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടെ വരണ്ടേ? നമ്മുടെ ജീവിതങ്ങൾ കുറേയും കൂടെ ലാളിത്യത്തിലേക്ക് കടന്നു വരണ്ടേ? ആർഭാടത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും ക്രിസ്തു പ്രദാനം ചെയ്യുന്ന ചൈതന്യത്തിലേക്ക് കടന്നു വരണ്ടേ? അതിനുള്ളൊരു പരിശ്രമം ഉണ്ടാകണം. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ കരളിൽ നല്ല കനൽ, നമ്മുടെ കാലുകളിൽ നല്ല ചിറക്, നമ്മുടെ കണ്ണിൽ നല്ല കനിവ്, നമ്മുടെ കയ്യിൽ നല്ല നന്മ, നമ്മുടെ നാവിൽ നല്ല സത്യവുമായിട്ട് പ്രത്യാശയുടെ വക്താക്കളായിട്ട് നമുക്ക് മാറാം. അങ്ങനെ ഈ പോപ്പുലർ മിഷൻ ധ്യാനം നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരു ഉണർവ് നൽകാൻ, ഒരു ആത്മീയമായിട്ടുള്ള ചൈതന്യത്തിലേക്ക് കൊണ്ടുവരാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നും കൂടെ ഓർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനം, ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഇത്രയും മനോഹരമായി സംഘടിപ്പിച്ച ജോസച്ചനും കൊച്ചച്ചനും മറ്റുള്ളവർക്കും, ഞങ്ങളുടെ വിൻസെൻഷൻ, ഞങ്ങളുടെ വൈദിക സുഹൃത്തുക്കൾക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് more louder. ഈശോ മിശിഹായ്ക്ക് എപ്പോഴും. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും കരുതലോടുകൂടെ ഞങ്ങളെ കാത്തിടുകയും ചെയ്യുന്ന ഞങ്ങളുടെ നല്ല തമ്പുരാനെ, ഞങ്ങളുടെ ദൈവവും നാഥനുമായ തമ്പുരാനെ, അങ്ങേ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റുപറയുന്നു. അങ്ങാണ് ഞങ്ങളുടെ നാഥൻ, അങ്ങാണ് ഞങ്ങളുടെ സംരക്ഷകൻ, അങ്ങാണ് ഞങ്ങളുടെ നായകൻ. നാഥ, ആ ബോധ്യത്തോടുകൂടെ ജീവിതത്തെ ക്രമീകരിക്കാൻ
അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ കൈ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് പോകാൻ അങ്ങ് ഞങ്ങളോട് പറയുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ വേണ്ട കൃപ പ്രദാനം ചെയ്യണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചൊരിയുന്നവൻ്റെ കാരുണ്യവും കൃപയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒരിക്കൽ കൂടെ എല്ലാവരോടും ഈശോ മിശിഹായ്ക്ക് എപ്പോഴും എപ്പോഴും എനിക്ക് വേണ്ടിയിട്ടും കൂടെ പ്രാർത്ഥിക്കില്ലേ? ഇല്ലേ? ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആരാധന 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 സ്വരമുയർത്തി ആരാധന 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 കരങ്ങൾ കൂപ്പി ആരാധന 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 പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് നീരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വചനത്താൽ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് നീരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇടവക കൂട്ടായ്മയോട് ചേർന്നുകൊണ്ട് നൽകപ്പെടുന്ന സ്നേഹത്തിനും സമാധാനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പരമാദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ചെവികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലതുകരം വലത് ചെവിയോടും ഇടതുകരം ഇടത് ചെവിയോടും ചേർത്ത് വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. കർത്താവേ, എൻ്റെ ചെവികളെ വിശുദ്ധീകരിക്കണമേ. ഇനി മുതൽ നല്ലത് കേൾക്കാൻ, വചനം കേൾക്കാൻ, ദൈവസ്തുതികൾ കേൾക്കാൻ തക്കവണ്ണം എൻ്റെ കാതുകളെ വിശുദ്ധീകരിക്കണമേ. ഒരുപക്ഷെ നമ്മുടെ ചെവിക്ക് ചില ആളുകൾ പറയുന്നത് കേൾക്കാൻ വലിയ താല്പര്യമാണ്. തിന്മയായ ചില കൂട്ടുകെട്ടുകൾ നമുക്കുണ്ടാകാം. എന്നാൽ ഇന്ന് ഈ ദേവാലയ മുറ്റത്ത് വെച്ച് ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നമ്മൾ തീരുമാനമെടുക്കുന്നു. ഇനി മുതൽ എൻ്റെ ചെവികൾ ഇനി ദൈവീകമാണ്, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളും. കർത്താവെ, ചീത്ത കൂട്ടുകെട്ട് എനിക്ക് വേണ്ട, തിന്മയായിട്ടുള്ളതെല്ലാത്തിനും ഞാൻ ഉപേക്ഷിക്കുന്നു. ആഗ്രഹിച്ച് സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ ശക്തി എൻ്റെ ചെവികളിലേക്ക് മുഴുകട്ടെ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി ശക്തിയേകി നയിക്കണേ. നമ്മുടെ ചുണ്ടുകളുടെ മേൽ നമ്മുടെ രണ്ട് കരങ്ങളും ചേർത്ത് വയ്ക്കാം. നാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ സംസാരം പലപ്പോഴും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു, കണ്ണുനീര് കുടിപ്പിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ സംസാരത്തിൽ അല്പം നിയന്ത്രണം ഉണ്ടായിരുന്നുവെങ്കിൽ എത്രയോ വലിയ അപകടങ്ങളും അനർത്ഥങ്ങളും കണ്ണുനീരും ഒഴിവാക്കാമായിരുന്നു. കുറ്റം പറയുന്ന സ്വഭാവം, ചീത്ത പറയുന്ന സ്വഭാവം, പരസ്പരം പലപ്പോഴും പുലഭ്യം പറയുന്ന സ്വഭാവ രീതികൾ, കുറ്റം വിധിക്കുന്ന സ്വഭാവം, താരതമ്യം ചെയ്യുന്ന രീതികളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. ഈശോയെ, എൻ്റെ ഈ നാവിനെ നിയന്ത്രിക്കണമേ. എൻ്റെ കുടുംബത്തിലും എൻ്റെ സൗഹൃദ വലയങ്ങളിലും എൻ്റെ ഇടവകയിലും ഇനി മുതൽ എൻ്റെ നാവ് ഞാൻ വിശുദ്ധമായിട്ട് ഞാൻ സൂക്ഷിക്കും. എൻ്റെ നാവ് കൊണ്ട് വചനം പറയാനും ദൈവസ്തുതികൾ ആലപിക്കാനും തക്കവണ്ണം എൻ്റെ നാവിനെ വിശുദ്ധീകരിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ നാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ അതേ ശക്തി എൻ്റെ നാവിൽ നിറയട്ടെ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി ശക്തിയേകി നയിക്കണേ. എല്ലാവരും സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി ശക്തിയേകി നയിക്കണേ. നെറ്റിയിൽ കുരിശടയാളം വരച്ച് നമ്മൾ സ്വയം വിശുദ്ധീകരിച്ചു. അതിനുശേഷം അടുത്ത് നിൽക്കുന്നവരുടെ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ചേ. അടുത്ത് നിൽക്കുന്നവരുടെ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ചോ. ആരുമായിക്കൊള്ളട്ടെ, അവരുടെ കരമൊന്ന് ചേർത്ത് പിടിച്ച് ആ ചേർത്ത് പിടിച്ച കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇടവക കൂട്ടായ്മയുടെ ഐക്യം ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ
ഈ കാലഘട്ടത്തിൽ പിശാച് പലതരത്തിൽ നമ്മുടെ കൂട്ടായ്മയെ തകർക്കാൻ പല രീതികളിൽ, പല ധാരണകളിൽ, ചർച്ചകളും ചിന്തകളുമായിട്ട് കടന്നു വരുമ്പോൾ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ദൈവജനം തീരുമാനമെടുക്കുന്നു, ഓ ദൈവത്തിൻ്റെ രൂപിയെ ഞങ്ങൾ എന്നും ഐക്യത്തോടുകൂടെ നിലകൊള്ളുകൊള്ളാം. ആദിമ ക്രൈസ്തവ സമൂഹം നിലനിന്നതുപോലെ ഒരേ മനസ്സോടും ഒരേ ചിന്തകളോടും കൂടെ നിൽക്കാൻ തക്കവണ്ണം ഓ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും നിലകൊണ്ടുകൊള്ളാം. യേശുവേ, അങ്ങയുടെ ധീര സാക്ഷികളായിട്ട് ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ ആയിക്കൊള്ളാം. ഇടവക ദേവാലയത്തോട് ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. സ്ലീഹന്മാരിൽ നിറഞ്ഞ ശക്തിയെ ഞങ്ങൾക്ക് നയിക്കണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. 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 ഞങ്ങൾ ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, സത്യത്തിലും ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗീതം പാടിടാം. ഹല്ലേലൂയ, ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗീതം പാടിടാം. ഹല്ലേലൂയ, ഗീതം പാടി ആരാധിച്ചിടാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. എൻ്റെ പേര് വർഗീസ്. 16 യൂണിറ്റാണ് ഞങ്ങളുടെ ഇടവയിലുള്ളത്. അതിൽ 8 യൂണിറ്റിൻ്റെ തിരിച്ചപ്പോൾ സോൺ 1 കോർഡിനേറ്ററാണ്. പ്രത്യേകിച്ച് ഈ ധ്യാനത്തിലൂടെ ഇവിടുത്തെ വലിയൊരു അനുഭവമായിരുന്നു. എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും ഒരു കൂട്ടായ്മ, ഇപ്പോൾ കൂട്ടായ്മയ്ക്ക് നഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ പുതിയൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി രൂപം കൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ വികാരിച്ചനും കൊച്ചനും കൈക്കാരന്മാരും മറ്റു എല്ലാ കേന്ദ്രസമിതിയും യൂണിറ്റ് ഭാരവാഹി കൂടി എടുത്ത തീരുമാനമാണ്. ഞാൻ ഗുരുക്കന്മാരായ ജോജോ മാരിപ്പാട്ടച്ചനും തോമസ് അറക്കലച്ചനും അതുപോലെ തന്നെ അവരെ കൂടെ വന്ന മറ്റു വൈദികർക്കും പാട്ടുകാർക്കും പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻലിയ ബെനി. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ മേലടൂർ ഇടവകാംഗമാണ്. വളരെ വേറിട്ടൊരു ധ്യാനാനുഭവമായിരുന്നു പോപ്പുലർ മിഷൻ്റേത്. ധ്യാനവും കൂടെയുള്ള ശുശ്രൂഷകളും ഒരു പുത്തൻ ആത്മീയ ഉണർവ് പകരാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും തമ്മിലുള്ള ഒരു ഐക്യവും ഒരുമയും ഒക്കെ സൗഹാർദ്ദവും വളർത്തുവാനും ഈ ധ്യാനം ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ധ്യാനം ഞങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ച വികാരിയച്ചനും കൊച്ചനും മറ്റ് ഭാരവാഹികൾക്കും പിന്നെ ഞങ്ങളെ ധ്യാനിപ്പിച്ച അച്ഛന്മാർക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് പ്ലസ്റ്റിൻ. ഞങ്ങൾ മാലൂർ ഉണ്ണിമിഷ ദേവാലയത്തിലത്തെ യുവജനങ്ങളാണ്. അച്ഛൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും എൻ്റെ ഉള്ളിൽ തട്ടി, അത് എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു ആത്മീയ ഉണർവ് തന്നു. ഞാൻ അലീന. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കണ്ടത് ആദിമ ക്രൈസ്തവ ചൈതന്യത്തിലേക്ക് നമ്മെ വളർത്തുക എന്നതാണ്. ആദിമ ക്രൈസ്തവ ചൈതന്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് കൂട്ടായ്മ, അപ്പം മുറിക്കൽ ശുശ്രൂഷ, പ്രാർത്ഥന എന്നതാണ്. ഈ പോപ്പുലർ മിഷൻ ധ്യാനം വഴി ഈ ചൈതന്യം ഓരോരുത്തരിലേക്കും എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ റിസ്റ്റ.
ഈ ആഴ്ചയിലെ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ പുതിയൊരു ഉണർവ് എനിക്ക് ലഭിച്ചു. അച്ഛൻ കുമ്പസാരത്തെക്കുറിച്ച് പറഞ്ഞ വചനങ്ങളിലൂടെ ഉള്ളു തുറന്ന് കുമ്പസാരിക്കാൻ എനിക്ക് സാധിച്ചു. പുതിയ മനുഷ്യനായി നല്ലൊരു മനസ്സോടെ, തൃപ്തിയോടെ, നല്ലൊരു വിശുദ്ധിയോടെ ദൈവത്തെ സ്വീകരിക്കാൻ എനിക്ക് സാധിച്ചു. ഇത്രയും നല്ലൊരു ധ്യാനം ഇവിടെ സംഘടിപ്പിച്ച ഞങ്ങളുടെ വികാരി അച്ഛനും കൊച്ചച്ഛനും ഇത് നയിച്ച പോട്ട ആശ്രമത്തിലെ അച്ഛന്മാർക്കും എൻ്റെയും ഞങ്ങൾ യുവജനങ്ങളുടെ പേരിൽ വലിയൊരു നന്ദി ഞാൻ അറിയിക്കുന്നു.